തെക്കേ ഇന്ത്യയിലേക്ക് കടന്നു വരാൻ BJPക്ക് വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമായിരുന്നു. പക്ഷേ നിലവിൽ തെക്കേ ഇന്ത്യയിലേക്കുള്ള BJPയുടെ കടന്നുകയറ്റം വളരെ ശക്തമായി തുടരുകയാണ്. ഒരു കാലത്ത് BJPയെ ഈ സംസ്ഥാനത്ത് നിന്ന് വരെ അകറ്റി നിർത്തിയിരുന്ന ജനങ്ങൾ 20% വോട്ട് നൽകി BJPയെ ചേർത്ത് നിർത്തുവാൻ ശ്രമിക്കുന്നു എന്നുള്ളത് നിലവിൽ കേരളത്തിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ ചില ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ തന്നെ BJPക്ക് കടന്നു കയറാൻ കഴിയുന്ന ഒരു ഭൂപ്രദേശമായി തമിഴ്നാട് മാറിയിരിക്കുന്നു. അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ BJPക്ക് അനുകൂലമായി മാറുന്നു, അല്ലെങ്കിൽ അനുകൂലമായി മാറ്റാനുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ കേരളത്തിൽ നടക്കുന്നത് പോലെ തന്നെ തമിഴ്നാട്ടിലും നടക്കുന്നുണ്ട്. കേരളത്തിൽ ഹൈന്ദവ ഭൂരിപക്ഷമുള്ള ക്ഷേത്രങ്ങൾ അനവധിയുള്ള ജില്ലകളെ കേന്ദ്രീകരിച്ച് തിരുവനന്തപുരം, തൃശ്ശൂർ, കാസർഗോഡ്, പാലക്കാട്, പത്തനംതിട്ട ഈ ജില്ലകളിലെല്ലാം ഹൈന്ദവ ഭൂരിപക്ഷ മേഖലകളാണ്. ക്ഷേത്രങ്ങൾ നിരവധിയുള്ള മേഖലകളാണ്. ഇവിടങ്ങളിലേക്കെല്ലാം ഹൈന്ദവ ഇടങ്ങളിലേക്ക് വലിയ സ്വീകാര്യത BJPക്ക് ലഭിക്കുന്നുണ്ട്. തമിഴ്നാടിനെ സംബന്ധിച്ച് മതപരമായും ജാതിപരമായും ഒക്കെ വലിയ സംഘടിതമാർന്ന ശക്തികളുള്ള ഇടമാണ് തമിഴ്നാട്. അവിടേക്കും BJPക്ക് അത്തരത്തിലൊരു കടന്നുകയറ്റം നടത്തുവാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട്. അതിൽ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായിരുന്നു BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ അണ്ണാമലൈ. സർക്കാർ ഉദ്യോഗസ്ഥൻ പോലും വേണ്ട എന്ന് കരുതി പരിപൂർണമായി പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു നേതാവ്. അദ്ദേഹത്തിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും BJPക്ക് നേടിക്കൊടുക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു തിരിച്ചടി ലഭിച്ചിരുന്നു. ഇപ്പോൾ പാർട്ടിക്കുള്ളിലെ പുനഃസംഘടന അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖർ പുതിയ BJP സംസ്ഥാന അധ്യക്ഷനായതുപോലെ തമിഴ്നാട്ടിലും പുനഃസംഘടന വരാൻ പോവുകയാണ്. BJPയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ തമിഴ്നാട്ടിൽ വരാൻ പോകുന്നു. ആ അധ്യക്ഷൻ തമിഴ്നാട്ടിലേക്ക് എത്തുന്നതോടുകൂടി വലിയ മാറ്റങ്ങൾ BJPക്ക് ഉണ്ടാകും എന്നുള്ള കണക്കൂട്ടിലാണ് BJPക്കുള്ളത്. അണ്ണാമലൈ മാറാൻ പോകുന്നു. അവിടേക്ക് ഇനി ആര് എന്ന ചോദ്യം വളരെ ശക്തമായി നിന്നിരുന്നു. അവിടേക്ക് ഇനി എത്താൻ പോകുന്നത് ഒരു പ്രധാന നേതാവാണ്. തമിഴ്നാട് BJPയെ ഇനി നയിനാർ നാഗേന്ദ്രൻ നയിക്കും എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. K അണ്ണാമലയുടെ പിൻഗാമിയായി AIADMKയിൽ നിന്ന് കൂറുമാറിയ നയിനാർ നാഗേന്ദ്രൻ തമിഴ്നാട് BJPയുടെ 13ാമത്തെ പ്രസിഡന്റായി ചുമതലയേൽക്കും. ദ്രാവിഡ രാഷ്ട്രീയ ആധിപത്യം പുലർത്തുന്ന സംസ്ഥാനത്ത് BJPയുടെ മുന്നേറ്റം ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. തമിഴ്നാട്ടിൽ ആധിപത്യം ഉറപ്പിക്കുവാൻ ലക്ഷ്യമിട്ട BJPയുടെ ഭാവി തീരുമാനിക്കുന്ന 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടി നയിക്കുവാനുള്ള കഠിനമായ ജോലി നയിനാർ നാഗേന്ദ്രനായിരിക്കും. ആരാണ് നയിനാർ നാഗേന്ദ്രൻ എന്ന ചോദ്യത്തിന് പ്രസക്തിയേറെയാണ്. തമിഴ്നാട്ടിലെ BJP നിയമസഭാ കക്ഷി അധ്യക്ഷനാണ് നയിനാർ നാഗേന്ദ്രൻ. 2001 മുതൽ 2006 വരെ AIADMK സർക്കാരിലും മന്ത്രിയായിരുന്നു. 1960 ഒക്ടോബർ 16 വടിവിശ്വരത്ത് ജനിച്ച നാഗേന്ദ്രൻ ജയലളിതയുടെ നേതൃത്വത്തിലുള്ള AIADMKയിൽ തിരുനെൽവേലി നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള നിയമസഭാ അംഗമായി സേവനമനുഷ്ഠിച്ചുകൊണ്ടാണ് തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. 2001 മുതൽ 2006 വരെ ജയലളിത മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം മന്ത്രിയായി. വൈദ്യുതി, വ്യവസായം, ഗതാഗതം എന്നീ വകുപ്പുകൾ വഹിച്ചു. 2011 AIADMK വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ നാഗേന്ദ്രനെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കി. 2017 BJPയിൽ ചേരാൻ പാർട്ടി വിട്ടു. നയിനാർ നാഗേന്ദ്രൻ 2020 മുതൽ തമിഴ്നാട് BJPയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുനെൽവേലി മണ്ഡലത്തിൽ നിന്ന് പാർട്ടി ടിക്കറ്റിൽ വിജയിക്കുകയും ചെയ്തു. നയിനാർ നാഗേന്ദ്രൻ വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ട്. 2006 അദ്ദേഹം മന്ത്രിയായിരിക്കെ വരുമാനത്തെക്കാൾ സ്വത്ത് സമ്പാദിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തിയ 2010 3.9 കോടി രൂപയുടെ അനധികൃത സ്വത്ത് കേസിൽ അഴിമതി നിരോധന നിയമപ്രകാരം അദ്ദേഹത്തിനും ഭാര്യയ്ക്കും മറ്റ് 4 ബന്ധുക്കൾക്കുമെതിരെ വിജിലൻസ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചതായി ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ആണ്ടാളിനെ കുറിച്ചുള്ള വിവാദ പരാമർശത്തിന്റെ പേരിൽ 2018 പ്രശസ്ത തമിഴ് ഗാനരചയിതാവും എഴുത്തുകാരനുമായ വൈരമുത്തുവിനെതിരെ നയിനാർ നാഗേന്ദ്രൻ വധഭീഷണി മുഴക്കി. എഴുത്തുകാരൻ വൈരമുത്തുവിനെ ആരെങ്കിലും കൊന്ന് നാക്കുമുറിച്ചാൽ 10 കോടി പാരിതോഷികം നൽകാൻ BJP നേതാക്കൾ തയ്യാറാണ് എന്നായിരുന്നു നയിനാർ നാഗേന്ദ്രൻ പറഞ്ഞത്. ഇത്തരത്തിൽ വിവാദങ്ങൾ ഏറെയുള്ള ഒരു നേതാവാണ് നയിനാർ നാഗേന്ദ്രൻ. എങ്കിലും AIADMKയിൽ നിന്ന് വിട്ട BJPയിലേക്ക് ചേക്കേറിയ നയിനാർ നാഗേന്ദ്രനെ ഇപ്പോൾ BJPയുടെ തമിഴ്നാട്ടിൻ്റെ അധ്യക്ഷനായി തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി രാഷ്ട്രീയ തീരുമാനങ്ങൾ മാറും. ഇനി തമിഴ്നാടിൻ്റെ BJPയുടെ മുഖം മാറും.